നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 3 ആണ്. അവസാനത്തെ യൂണിറ്റ് ആണ്. ഗാന്ധി എങ്ങനെയാണ് ഒരു ജനനേതാവായത് എന്നുള്ളതാണ്. ഗാന്ധി ആസ് എ മാസ് ലീഡർ എന്നുള്ള ഒരു ചാപ്റ്ററാണ്, യൂണിറ്റാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലെ ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ട്രയൽ ആൻഡ് ഇംപ്രിസൺമെന്റ്, വിചാരണയും തടവും. അതുപോലെ തന്നെ മറ്റൊന്നാണ് ട്രാൻസ്ഫോർമേഷൻ ഫ്രം ബാപ്പു ടു മഹാത്മാഗാന്ധി. മഹാത്മാവിലേക്കുള്ള, ബാപ്പുവിൽ നിന്നും മഹാത്മാവിലേക്കുള്ള ഒരു പരിവർത്തനം കൂടി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കൂടാതെ മറ്റു പോയിന്റ്സുകളും വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യത്തെ പോയിന്റ് ആണ് വിചാരണയും തടവും, അതായത് ട്രയൽ ആൻഡ് ഇംപ്രിസൺമെന്റ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഗാന്ധിജി ഒരുപാട് അനീതിക്കെതിരെയൊക്കെ ശബ്ദിച്ചത് കൊണ്ട് തന്നെ ഒരുപാട് വിചാരണയും ശിക്ഷയും തടവ് ശിക്ഷയും ഒക്കെ അദ്ദേഹം അനുഭവിച്ചിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ആദ്യകാല ഒരു വിചാരണയായിരുന്നു 1922 ഒരു അഹമ്മദാബാദിലെ മഹത്തായ വിചാരണ. അത് ഉണ്ടാവാൻ ഒരു കാര്യം ചൗരി ചൗര, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ യൂണിറ്റുകളിലൊക്കെ. ചൗരി ചൗര സംഭവം എന്ന് പറഞ്ഞാൽ ഒരു പോലീസ് സ്റ്റേഷനിൽ 22ഓളം ആൾക്കാരെ അവിടെ കൊല്ലുകയാണ് ഉണ്ടായത്, ജനക്കൂട്ടം തീയിടുകയാണ് ഉണ്ടായത്. ആ ഒരു സംഭവമാണ് ചൗരി ചൗര എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ അതിൽ ആ ഒരു സംഭവത്തെ തുടർന്ന് പോലീസുകാർ കൊല്ലപ്പെടുകയുണ്ടായി. അതുകൊണ്ട് തന്നെ തുടർന്ന് ഗാന്ധിജി ഒരു നിസ്സഹകരണ പ്രസ്ഥാനം അവിടെ നിർത്തിവെക്കുകയും യങ് ഇന്ത്യയിലേക്ക് ഒരു ലേഖനങ്ങളുടെ പേരിൽ അദ്ദേഹത്തിന് ഒരു രാജ്യദ്രോഹ കുറ്റത്തിന് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അദ്ദേഹം കുറ്റം സമ്മതിക്കുകയും 6 വർഷത്തോളം അദ്ദേഹം ജയിലിൽ അത് ശിക്ഷ അനുഭവിക്കുകയുമാണ്, തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. പക്ഷെ എന്ത് ചെയ്തു, വിചാരണ വേളയിലെ ന്യായാധിപന് പോലും അദ്ദേഹത്തിന്റെ ആ ഒരു ശാന്തമായ സ്വഭാവവും ഒരു മഹാനായ രാജ്യസ്നേഹിയും ഒക്കെയാണെന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് തന്നെ, കൂടാതെ അദ്ദേഹം പ്രകടിപ്പിച്ച ആ കുറ്റസമ്മതമൊക്കെ ഉണ്ടല്ലോ, അത് മാന്യമായ പെരുമാറ്റം, അദ്ദേഹത്തിന്റെ മാന്യമായ പെരുമാറ്റമൊക്കെ പൊതുജനങ്ങളിൽ വളരെയധികം ഇൻസ്പയർഡ് ചെയ്തു, സ്വാധീനിച്ചു. അതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ജനനേതാവായി മാറാൻ വേണ്ടിയിട്ട് ജനങ്ങളിലേക്ക് അത് വലിയൊരു കാര്യം ഉണ്ടാവുകയും ജനത്തെ സ്വാധീനിക്കാനും സാധിച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു ധാർമ്മിക അധികാരം നേടിയെടുക്കാൻ അത് വലിയൊരു കാരണമായി. അദ്ദേഹത്തിന്റെ ആ പെരുമാറ്റം, വളരെ മാന്യമായ പെരുമാറ്റം, അതുപോലെ തന്നെ കൂടാതെയുള്ള ആ ഒരു ശാന്തമായ സ്വഭാവമൊക്കെ ജനങ്ങളിലേക്ക് വളരെയേറെ അടുപ്പിച്ചു. അപ്പൊ അത് ആലോചിക്കുക, അദ്ദേഹത്തിന്റെ ഒരു വലിയ വിചാരണയായിരുന്നു അഹമ്മദാബാദിലെ ആ ഒരു മഹത്തായ വിചാരണ 1922. അതിന് കാരണമായതാണ് ചൗരി ചൗര എന്നുള്ള സംഭവം. 22 പോലീസുകാരെ ആ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ജനങ്ങൾ കയറി തീയിടുന്ന ആ ഒരു സംഭവം. കൂടാതെ അദ്ദേഹത്തിന്റെ വിചാരണ വേളകളിൽ അദ്ദേഹം വളരെ ശാന്തനായിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ നല്ല പെരുമാറ്റമൊക്കെ ഉള്ളതും ജനങ്ങളെ സ്വാധീനിച്ചു. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ രാജ്യത്തിന് വേണ്ടി വലിയൊരു സ്ട്രഗിൾ നേരിട്ടു എന്നുള്ളതും അതിലേക്ക് ഇൻസ്പയർഡായി ഒരുപാട് ആൾക്കാരിലേക്ക്. അദ്ദേഹം ആ ഒരു തടവ് ശിക്ഷയൊക്കെ അനുഭവിച്ചത് ഒരുപാട് ആൾക്കാരെ അത് ഇൻസ്പയർ ചെയ്തു ആ ഒരു സ്ട്രഗിളിലേക്ക് ജോയിൻ ചെയ്യാൻ. മറ്റൊരു കാര്യം, അദ്ദേഹത്തിന് ഒരിക്കലും ഒരു അറസ്റ്റിനെയോ അല്ലെങ്കിൽ ഈ ഒരു വിചാരണയോ ഒന്നും അദ്ദേഹത്തിന് ഭയമേ ഉണ്ടായിരുന്നില്ല. കൂടാതെ നമ്മളെ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന, സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ചെയ്യുന്നത് തന്നെ അത് വലിയൊരു പവിത്രമായ കടമയായിട്ട് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അപ്പൊ ഇതൊക്കെ ആൾക്കാരിലൊക്കെ ഒരുപാട് സ്വാധീനിച്ചു. അദ്ദേഹത്തിന് ഒരു ജനനേതാവാക്കാനും ഒരു ധാർമ്മിക അധികാരം അദ്ദേഹത്തിന് നേടിയെടുക്കാനൊക്കെ ഈ ഒരു കാര്യങ്ങളെല്ലാം ഒരു വലിയ ഘടകമായി. ഇനി അദ്ദേഹം എങ്ങനെയാണ് ബാപ്പുവിൽ നിന്നും മഹാത്മാവിലേക്ക് മാറിയത്, പരിവർത്തനം ഉണ്ടായത് എന്നുള്ളതൊന്ന് നോക്കാം. അദ്ദേഹത്തിന് ഒരു മഹത്തായ ആത്മാവ് എന്നുള്ളതാണ് മഹാത്മാവ് എന്നുള്ളത് കൊണ്ട്. അപ്പം ഈ ഒരു പദവി അദ്ദേഹത്തിന് ലഭിച്ചത് 1915-17 കാലഘട്ടത്തില് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ അദ്ദേഹമാണ് ഈ പദവി അദ്ദേഹത്തിന് നൽകിയത്. ഇത് കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് സ്നേഹത്തോടെ സാധാരണ ജനങ്ങളെല്ലാം ബാപ്പു എന്ന് വിളിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളും അതുപോലെ ആത്മീയതയും ധാർമ്മികതയും ഒക്കെ നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു നമ്മുടെ എന്ത് കാര്യത്തിനും നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കണക്കിലെടുത്തുകൊണ്ടാണ് രവീന്ദ്രനാഥ ടാഗോർ അദ്ദേഹത്തിനെ മഹാത്മാ എന്ന് വിളിച്ചത്. അപ്പം ശ്രദ്ധിക്കുക, രവീന്ദ്രനാഥ ടാഗോറാണ്. ചെറിയ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. ആരാണ് ആദ്യം വിളിച്ചിരുന്നത് അദ്ദേഹത്തെ മഹാത്മാവെന്ന് വിളിച്ചതെന്ന് ചോദിച്ചാൽ രവീന്ദ്രനാഥ ടാഗോർ ആയിരുന്നു എന്നുള്ളത്. 1915-17 കാലഘട്ടത്തിലാണ് ആ ഒരു പദവി അദ്ദേഹത്തിന് നൽകിയത്. കൂടാതെ
ഇദ്ദേഹത്തെ അടപ്പമുള്ളവരായിരുന്നു ബാപ്പു. ബാപ്പു എന്ന് പറഞ്ഞാൽ അച്ഛൻ എന്നുള്ള ഒരു മീനിങ് ആണ് കേട്ടോ, അതാലോചിക്കുക. അപ്പൊ വളരെ അടുപ്പമുള്ളവരാണ് ബാപ്പു എന്ന് വിളിച്ചിരുന്നത്. പിന്നെ കൂടാതെ ചമ്പാരൻ സത്യാഗ്രഹം ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു അല്ലെ. ചമ്പാരൻ സത്യാഗ്രഹം 1917 അതുപോലെ നിസ്സഹരണ പ്രസ്ഥാനമൊക്കെ 1920-21 കാലഘട്ടത്തിലൊക്കെ നടന്നിരുന്നു. അപ്പൊ ആ ഒരു പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഒരു വലിയ അദ്ദേഹം ഒരു ബഹുജന രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നതും, കാരണം നമുക്കറിയാം സാധാരണ ജനങ്ങളിലേക്കാണ് കൂടുതൽ അതിൽ പൊളിറ്റിക്കൽ ഇൻവോൾവ് ചെയ്യിച്ചത്, സാധാരണ ജനങ്ങളൊക്കെ അതിലേക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതും അദ്ദേഹത്തിനൊരു രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നു. കുറെ ആൾക്കാർ സാധാരണ ജനങ്ങളൊക്കെ അതിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെ ആവർത്തിച്ച് അദ്ദേഹം തടവറയിലാവുകയും വിചാരണ നേടുകയും, അതായത് നോൺ വയലൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ചിന്തിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്താ പറയാ, ജനങ്ങളുടെ മനസ്സിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ അദ്ദേഹം വയലൻസ് ഇല്ലാതാക്കുന്നു, വളരെ സമാധാനപരമായിട്ടാണ് അനീതിക്കെതിരെ അദ്ദേഹം ശബ്ദമുയർത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ അദ്ദേഹത്തെ ജനങ്ങളുടെ മനസ്സിൽ ഒരു രാഷ്ട്രപിതാവ് എന്നൊരു മഹാത്മാവായി തന്നെ അത് ഉറച്ചു ആൾക്കാരുടെ ഇടയിലേക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ. അതുപോലെ തന്നെ രാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നതും, അതായത് സമാനതകളില്ലാത്ത ഒരു കഷ്ടപ്പാട്, അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അത് വളരെ ഒരു പവിത്രമായ കാര്യമാണ് എന്ന് ഉൾക്കൊണ്ട് കണ്ടിട്ട് തന്നെയാണ് അദ്ദേഹം അതിലൊക്കെ രാഷ്ട്രത്തിന് വേണ്ടി പോരാടിയത്. അപ്പം ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്നും ജീവിക്കുന്ന ഒരു പുണ്യാത്മാവ് അല്ലെങ്കിൽ ഒരു ബഹുജനങ്ങളിലേക്ക് അങ്ങനെ ഒരു മഹാത്മാവ് അല്ലെങ്കിൽ രാഷ്ട്രപിതാവ് എന്നുള്ള ഒരു സ്ഥാനത്തിലേക്ക് അദ്ദേഹം ചെല്ലുകയാണ് ചെയ്തത്. ഇനി നെക്സ്റ്റ് ഒരു പോയിന്റ് ആണ് കമ്മ്യൂണലിസം ആൻഡ് പാർട്ടിഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ വർഗീയതയും അതുപോലെ തന്നെ ഇന്ത്യ വിഭജനവും എങ്ങനെയായിരുന്നു എന്നുള്ളത് നോക്കാം. അപ്പം ഇന്ത്യയിൽ നമ്മുടെ നിലനിൽപ്പിനും അതിന് സ്വാതന്ത്ര്യത്തിനൊക്കെ നമ്മുടെ ഒരു സാമുദായിക സൗഹൃദം എന്നുള്ളത് വലിയൊരു ഘടകമായിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു, അവിടെ ഹിന്ദു മുസ്ലിം തമ്മിൽ ഒരു വൈര്യം ഉണ്ടാവാൻ ഒരു കാരണമുണ്ടായി. കാരണം അവരൊരു ഐക്യം നിർബന്ധമാണ്, നമുക്കറിയാം അല്ലെ, നമ്മുടെ രാജ്യത്ത് ഒരു എല്ലാം ഒത്തുപോകണമെങ്കിൽ അവർ തമ്മിൽ ഒരു ഐക്യം വേണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. അത് മഹാത്മാവ് തന്നെ, ഗാന്ധിജി തന്നെ അതിന് അറിയാം, ഐക്യം വേണം എന്നുള്ളത്. അദ്ദേഹത്തിന് അതിനുവേണ്ടി ഒരുപാട് പ്രയത്നങ്ങൾ ചെയ്തിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, ഖിലാഫത്ത് പ്രസ്ഥാനത്തേക്ക് പിന്തുണച്ചു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഖിലാഫത്ത് പ്രസ്ഥാനം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനൊക്കെ പിന്തുണച്ചതും ഈ ഒരു ഐക്യം കൊണ്ടുവരാനൊക്കെ വേണ്ടിയിട്ടാണ്. എല്ലാ മതങ്ങൾക്കും ഒരു തുല്യ സ്ഥാനം ഉണ്ടാവണമെന്ന്, അതുപോലെ തന്നെ ബഹുമാനം ഉണ്ടാവണമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. അത് സർവധർമ്മ സമഭാവന, സർവധർമ്മ സമഭാവന, അതായത് എല്ലാ മതങ്ങളും തുല്യമായി ബഹുമാനിക്കണം എന്നുള്ളതാണ് കേട്ടോ അതിന്റെ മീനിങ്. അതായിരിക്കും അത് ബാധിച്ചത് കൊണ്ട് തന്നെ അതിലെ പിന്നെ അതൊരു എന്താ പറയാ രാഷ്ട്രീയ കാര്യത്തിലും അതുപോലെ തന്നെ ഒരു ഭിന്നിപ്പുണ്ടാക്കുന്ന അതേ ഒരു ബ്രിട്ടീഷ് നയമായി ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ഒരു ടേം നമ്മൾ കേട്ടിട്ടുണ്ട്, ഭിന്നിപ്പിച്ച് ഭരിക്കുക. അത് പിന്നെ ബ്രിട്ടീഷുകാരുടെ ഒരു നയമായിരുന്നു അത്. അപ്പൊ അതെന്ത് ചെയ്തു, അത് ഇരു സമുദായങ്ങളെയും വലിയൊരു പിന്നെ ആൾക്കാരെയൊക്കെ കുറ്റപ്പെടുത്താനൊക്കെ തുടങ്ങി. അപ്പം ബ്രിട്ടീഷുകാരുടെ ഒരു നയമായിരുന്നു ആ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളത്. അതായത് നമുക്കുള്ള ഐക്യം അവർ ഒഴിവാക്കിയിട്ട്, ഐക്യമില്ലാതാക്കിയിട്ട് അവർ ഭരിക്കാൻ ശ്രമിക്കുക. അപ്പം അവിടെ ഐക്യം ഉണ്ടാവുന്നില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് എതിരെ അദ്ദേഹം ഒരുപാട് പരിശ്രമിച്ചു. പക്ഷെ എന്ത് ചെയ്യാം, അദ്ദേഹത്തിന് ആ ഒരു ഇതില് ഒരുപാട് നിർബന്ധങ്ങൾ അവിടെ വഴങ്ങേണ്ടി വന്നു. അങ്ങനെ മതത്തിന്റെ പേരിൽ ഇന്ത്യ വിഭജിക്കപ്പെടുകയാണ്. അത് ശക്തമായി അദ്ദേഹം എതിർത്തു എങ്കിലും ഇതിനൊരു ആത്മീയ ദുരന്തമായിട്ടൊക്കെ അദ്ദേഹം കാണുകയൊക്കെ ചെയ്തു. പക്ഷെ ഹിന്ദു മതവും ഇസ്ലാം മതവും തമ്മിലുള്ള ആ ഒരു വൈരാഗ്യം, അതായത് ഒരു സംസ്കാരങ്ങളെയും സിദ്ധാന്തങ്ങളെയും ഒക്കെ പ്രതിനിധീകരിക്കുന്ന ഒരു ആശയത്തിന് എതിരായിട്ട് അദ്ദേഹത്തിന് ആത്മാവ് പൂർണ്ണമായ കലാപം ചെയ്യുന്നു എന്നുള്ള ഒരു പ്രശസ്തമായ അദ്ദേഹം പറഞ്ഞിരുന്നു. അതൊരു വലിയ വാക്യമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. എന്താ പറയാ, അന്തിമമായൊരു തീരുമാനം എടുക്കേണ്ട ആ ഒരു സമയത്ത്, അതായത് വിഭജിക്കുന്നതിനെ അദ്ദേഹം ഒരുപാട് എതിർത്തിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, പല സമ്മർദ്ദങ്ങൾ കൊണ്ടും ഈ ഒരു അന്തിമ തീരുമാനം എടുക്കുന്ന പ്രക്രിയയിലേക്ക് വന്നപ്പോൾ കോൺഗ്രസ് നേതാവായിട്ടുള്ള നമ്മുടെ നെഹ്റു പട്ടേലും ഒക്കെ അതുപോലെ മൗണ്ട് ബാറ്റൻ പ്രഭുവും അദ്ദേഹത്തിനെ ഒറ്റപ്പെടുത്തി. അപ്പൊ അദ്ദേഹത്തിന് തോന്നി വിഭജനം പിന്നെ തടയാനൊന്നും സാധിക്കില്ല എന്നുള്ളത്. അല്ലെ മുഹമ്മദ് അലി ജിന്നിനെ അദ്ദേഹം ഒരു പ്രധാനമന്ത്രി ആക്കാൻ പോലും അദ്ദേഹം നിർദ്ദേശിച്ചു ഈ കാര്യങ്ങളൊക്കെ, ആ ഒരു വിഭജനം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്ത് ചെയ്യാം, ആ നിർദ്ദേശമൊക്കെ തള്ളി, എല്ലാം അവര് തള്ളുകയാണ് ചെയ്തത്. എല്ലാവരും അദ്ദേഹത്തിനെ ഒറ്റപ്പെടുത്തുകയും അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഒരു വിഭജനം ഒഴിവാക്കാനായി തടയാൻ വേണ്ടിയിട്ട് മുഹമ്മദ് അലി ജിന്നെ നമുക്ക് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആക്കാം എന്ന് വരെ അദ്ദേഹം പറഞ്ഞുവെങ്കിലും ആ നിർദ്ദേശമൊക്കെ തള്ളപ്പെടുകയും അവസാനം
അദ്ദേഹം എന്താണ് നമ്മുടെ ഇന്ത്യയെ വിഭജിക്കാനായിട്ട് ഉള്ള വിഭജിക്കാനുള്ള ആ ഒരു ഇതിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പം വിഭജനം യാഥാർത്ഥ്യമായപ്പോൾ തന്നെ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ അദ്ദേഹം ഒരു വിസമ്മതിച്ചു. കാരണം പകരം ഒരു ബംഗാളിലും ബീഹാറിലും ഒക്കെ അദ്ദേഹം എന്ത് ചെയ്തു, കലാപം നടന്ന പ്രദേശങ്ങളിലൂടെ നഗ്നപാതനായി അത് സാമുദായിക ആക്രമണങ്ങളൊക്കെ തടയാൻ അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളതാണ്. ആ സമയത്ത് ഒരുപാട് അതിക്രമങ്ങളൊക്കെ ഇതിനെതിരെ നടന്നു. ഇരു കൂട്ടരും തമ്മിൽ, ഇരു മതങ്ങളും തമ്മിൽ ഒരുപാട് വൈരാഗ്യം ഉണ്ടായി. ആ സമയത്ത് അദ്ദേഹം പിന്നെ സ്വാതന്ത്ര്യം ആഘോഷിക്കാതെ അദ്ദേഹം എന്ത് ചെയ്തു, ബീഹാറിലും ബംഗാളിലും ഒക്കെ ആയിട്ട് അദ്ദേഹം ഈ ഒരു കലാപം നടന്ന സ്ഥലങ്ങളിലേക്ക്, പ്രദേശങ്ങളിലേക്കൊക്കെ പോവുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു സാന്നിധ്യം ഒരു ഉപവാസങ്ങളിലേക്കും അതുപോലെ തന്നെ പല പ്രദേശങ്ങളിലും അക്രമങ്ങളായിട്ട് കാര്യങ്ങളൊക്കെ തടയുന്നതിനൊക്കെ ഒരു സ്വാധീനം ചെലുത്തുകയുണ്ടായി. അങ്ങനെ മൗണ്ട് ബാറ്റണിൽ നിന്നും ഏകാംഗ അതിർത്തി സേന എന്ന വിളിപ്പേര് അദ്ദേഹത്തിന് നേടിക്കൊടുത്തു. അപ്പൊ മൗണ്ട് ബാറ്റൺ പ്രഭുവാണ് അദ്ദേഹത്തിന് ഏകാംഗ അതിർത്തി സേന, വൺ മാൻ ബൗണ്ടറി ഫോഴ്സ് എന്നുള്ള ആ ഒരു പേര് അദ്ദേഹത്തിന് ലഭിച്ചത്. അദ്ദേഹം എല്ലായിടത്തും പോയി, ആ ഒരു ബംഗാൾ ബീഹാറിലൊക്കെ അതിക്രമം നടന്ന സ്ഥലങ്ങളിലേക്ക് പോവുകയും അദ്ദേഹത്തിന്റെ ഉപവാസങ്ങളിലും അതുപോലെ തന്നെ അക്രമങ്ങളായിട്ടുള്ള കാര്യമായിട്ടുള്ള അക്രമങ്ങളൊക്കെ നടന്നപ്പോഴൊക്കെ അതിനെതിരെയൊക്കെ അദ്ദേഹത്തിന് ഒരു സ്വാധീനം ഉണ്ടാവുകയും ചെയ്തു. കൂടാതെ അദ്ദേഹത്തിന് ഡൽഹിയിൽ നടത്തിയൊരു അവസാനത്തെ ഉപവാസം, അത് സാമുദായിക സൗഹാർദ്ദത്തിന് വേണ്ടിയായിട്ടായിരുന്നു ആ ഒരു ഉപവാസം അദ്ദേഹം നടത്തിയത്. അങ്ങനെ ഹൈന്ദവ മൗലികവാദികളെ പ്രകോപിപ്പിക്കാൻ അത് പിന്നെ ഒടുവിൽ പ്രകോപിപ്പിച്ചു. അത് ഈ ഒരു മതങ്ങളിലെ പിന്നെ ആൾക്കാരെ അതൊന്ന് പ്രകോപിപ്പിക്കുകയും 1948 അദ്ദേഹത്തിന്റെ കൊലപാതകത്തിലേക്ക് ഇത് നയിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അത് എന്താന്ന് വെച്ചാൽ അദ്ദേഹം ഒരുപാട് പരിശ്രമിച്ചു. നമുക്ക് ഐക്യം കൊണ്ടുവരണം എന്നുള്ളത്, അതെങ്ങനെയെങ്കിലും ഐക്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പരിശ്രമിച്ചിരുന്നെങ്കിലും അദ്ദേഹം അവസാനമായി ഡൽഹിയിൽ ഇതിനു വേണ്ടി ഒരു ഉപവാസം, അതായത് ഹിന്ദു മൗലികവാദികളെ ആ ഒരു ഉപവാസം പ്രകോപിപ്പിച്ചു. അങ്ങനെ 1948 അദ്ദേഹത്തിന്റെ കൊലപാതകത്തിലേക്ക് അത് നയിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം സാമുദായിക ഐക്യം കൊണ്ടുവരാൻ അദ്ദേഹം ഒരുപാട് ശ്രമിച്ചു എന്നുള്ളതാണ് അറിയുന്നത് അതിൽ നിന്ന്. ഇനി അടുത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഒരു യൂണിറ്റിലെ റിഫ്ലക്ഷൻസ് ഓൺ ഗാന്ധി ബൈ കണ്ടംപററി തിങ്കേഴ്സ്, അതായത് സമകാലിക അടുത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് റിഫ്ലക്ഷൻ ഓൺ ഗാന്ധി ബൈ കണ്ടംപററി തിങ്കേഴ്സ്. സമകാലിക ചിന്തകരുടെ ഗാന്ധിജിയെ കുറിച്ചുള്ള വിലയിരുത്തുകൾ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു പോയിന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതില് ഒരുപാട് പിന്നെ സമകാലിക ചിന്തകരുണ്ടായിരുന്നു. അവർക്കൊക്കെ ഗാന്ധിജിയെ പറ്റി പല വിലയിരുത്തുകൾ അവരുടെയൊക്കെ പല ബുക്കുകളിലും അവരുടെയൊക്കെ ലേഖനങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ വരുന്നതാണ് ജോർജ് ഓർവെൽ എന്നുള്ള ഒരു ചിന്തകരുടെ അദ്ദേഹത്തിന് മഹാത്മാഗാന്ധിജിയെ പറ്റിയിട്ടുള്ളൊരു വിലയിരുത്തൽ എങ്ങനെയാണെന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ റിഫ്ലക്ഷൻസ് ഓൺ ഗാന്ധി 1949 ഒരു ലേഖനത്തിൽ അദ്ദേഹം ഓർവെൽ സങ്കീർണമായൊരു വിലയിരുത്തൽ നൽകുന്നുണ്ട് ഗാന്ധിജിയെ പറ്റി. ഗാന്ധിജിയുടെ ആത്മാർത്ഥത, അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള ധൈര്യം, വംശീയ മുൻവിധികൾ ഇല്ലാതാക്കി സമീപനം എന്നിവയൊക്കെ ഇല്ലാത്ത ഒരു സമീപനം, അതായത് വംശീയ മുൻവിധികൾ ഒന്നും ഇല്ലാത്തുള്ള അദ്ദേഹത്തിന്റെ സമീപനമൊക്കെ അദ്ദേഹം അതിൽ പ്രശംസിച്ചിട്ടുണ്ട്. 1949 അദ്ദേഹത്തിന്റെ റിഫ്ലക്ഷൻസ് ഓൺ ഗാന്ധി എന്നിട്ടുള്ള ആ ഒരു ലേഖനത്തിൽ അദ്ദേഹം ഈ ഒരു ഗാന്ധിജിയുടെ ആത്മാർത്ഥതയും വ്യക്തിപരമായിട്ടുള്ള ധൈര്യവും ഒക്കെ ഇത് അദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ട്, പ്രശംസിച്ചിട്ടുണ്ട്. കൂടാതെ ജീവിച്ചിരുന്നത് കൊണ്ട് മാത്രം ലോകത്തെ സമ്പന്നമാക്കിയ ഒരാളാണ് എന്നാണ് ഗാന്ധിജിയെ പറ്റി അദ്ദേഹം വിശേഷിപ്പിച്ചത്. എങ്കിലും ഗാന്ധിയുടെ ഒരു കഠിനമായ സന്യാസ ജീവിതത്തിലും അതുപോലെ തന്നെ ബ്രഹ്മചര്യം, ഭക്ഷണ നിയന്ത്രണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യത്വരഹിതം എന്ന് വിമർശിക്കുകയും പ്രത്യേകിച്ച് സ്വേച്ഛാധിപത്യ രാജ്യങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ അഹിംസയോടൊക്കെ അതുപോലെ തന്നെ സാർവത്രിക പ്രായോഗികതയൊക്കെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ രീതികൾ വിജയകരമാണെങ്കിലും അദ്ദേഹത്തിന്റെ ആത്മീയ ലക്ഷ്യങ്ങൾ തികച്ചും മതേതരമായിട്ടുള്ളൊരു പൊരുത്തപ്പെടാൻ പറ്റില്ലെന്നാണ് അദ്ദേഹം ഓർവെൽ കണ്ടെത്തിയത്. ബാക്കി കാര്യങ്ങളെല്ലാം, അതായത് അദ്ദേഹത്തിന്റെ
ഒരു ആത്മാർത്ഥതയും വ്യക്തിപരമായിട്ടുള്ള ധൈര്യമൊക്കെ വലിയ പ്രശംസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹം ജീവിച്ചിരുന്നത് കൊണ്ട് മാത്രം ലോകത്തെ സമ്പന്നമാക്കി എന്നുകൂടി അദ്ദേഹം ഒരാളാണ് ഗാന്ധിജി എന്ന് വിശേഷിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു കഠിനമായ സന്യാസ ജീവിതത്തെയും പിന്നെ അതുപോലെ തന്നെ മനുഷ്യത്വരഹിതം എന്ന് അദ്ദേഹം വിമർശിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഒരു വിലയിരുത്തലിൽ വിമർശനവും നേരിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്വച്ഛാധിപത്യ രാജ്യങ്ങളിൽ അദ്ദേഹത്തിന്റെ അഹിംസയുടെ ഒരു സാർവത്രിക പ്രായോഗികതയൊക്കെ അദ്ദേഹം ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ രാഷ്ട്രീയ രീതികളിലൊക്കെ വിജയകരമാണെങ്കിലും ആത്മീയ ലക്ഷ്യങ്ങളിൽ അദ്ദേഹം മതേതര ആയുള്ളൊരു പൊരുത്തപ്പെടാൻ പറ്റില്ല എന്നുള്ളതും അതിൽ ഓർവെല് കണ്ടെത്തിയിട്ടുണ്ട്. ഓർവെല്ലിന്റെ അതായത് ജോർജ് ഓർവെല്ലിന്റെ ഒരു ആ ഒരു തിങ്കറിന്റെ ഒരു എന്താ പറയുക ലേഖനത്തിൽ ഇങ്ങനെയാണ് ഗാന്ധിജിയെ പറ്റിയിട്ട് വിലയിരുത്തിയത്. ഇനി അടുത്തത് ജവഹർലാൽ നെഹ്റു, നമുക്കെല്ലാവർക്കും അറിയുന്ന അല്ലേ. അപ്പൊ ജവഹർലാൽ നെഹ്റുവിന് മഹാത്മാവിനെ പറ്റിയുള്ള മഹാത്മാ ഗാന്ധിജിയെ പറ്റിയിട്ടുള്ള വിലയിരുത്തലുകൾ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. നമ്മൾ ആർക്കറിയാം ജവഹർലാൽ നെഹ്റുവിനും ഗാന്ധിജിനും പരസ്പരം ആഴമായിട്ടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടെങ്കിലും നെഹ്റുവിനും ഗാന്ധിജിക്കും അവരുടെ പ്രത്യയശാസ്ത്രങ്ങളിൽ തമ്മിൽ വളരെ അന്തരം ഉണ്ടായിരുന്നു, വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. നെഹ്റു ഒരു ആധുനികവാദിയും സോഷ്യലിസ്റ്റും ഒക്കെയായിരുന്നു. പക്ഷെ അതുപോലെ തന്നെ വ്യവസായവൽക്കരണം അതുപോലെ ഒരു മതേതര രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു ശ്രദ്ധ അതിലൊക്കെയായിരുന്നു. അത് പക്ഷെ ഗാന്ധിജി ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിലും പാരമ്പര്യത്തിലും ഒക്കെയുള്ള ഒരു ഊന്നലാണ് അധികം കൊടുത്തിരുന്നത്. ആധുനിക രാജ്യത്തിന് ചിലപ്പോൾ യാഥാർത്ഥ്യ ബോധമില്ലാത്തതായി അദ്ദേഹം അങ്ങനെയുള്ളൊരു കണ്ടെത്തലുകളാണ് ഉണ്ടായത്. പക്ഷെ തിരിച്ച് നെഹ്റുവിന് അങ്ങനെ ആയിരുന്നില്ല. നെഹ്റു കുറച്ചുകൂടി ആധുനികവാദിയും സോഷ്യലിസ്റ്റും ഒക്കെ ആയിരുന്നു. അദ്ദേഹം വ്യവസായ വൽക്കരണത്തിലൊക്കെ കൂടുതൽ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. ഗാന്ധിജി ഇതിന് നേരെ എതിരായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ധാരണകളൊക്കെ. അപ്പൊ ഇതൊക്കെയാണെങ്കിലും സ്വാതന്ത്ര്യ സമരത്തെ മുന്നോട്ട് നയിച്ച ധാർമ്മിക ശക്തിയായി അദ്ദേഹം ഗാന്ധിജിയെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അവർ തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഇരുവർക്കും പരസ്പരം ബഹുമാനവും അതുപോലെ തന്നെ സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു. കൂടാതെ സ്വാതന്ത്ര്യ സമരത്തെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെയൊക്കെ ഒരു നയിച്ചൊരു ധാർമ്മിക ശക്തിയായി അദ്ദേഹം ഗാന്ധിജിയെ അംഗീകരിച്ചിരുന്നു. ഇനി അടുത്തൊരു വ്യക്തിയാണ് ബി.ആർ. അംബേദ്കർ. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ബി.ആർ. അംബേദ്കർ ആരായിരുന്നു? നമ്മുടെ ഭരണഘടനയുടെ ശില്പിയായിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹം ഗാന്ധിജിയുടെ ആ ഒരു വിലയിരുത്തലുകൾ എങ്ങനെയാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. ഐക്യത്തിനെതിരായി ഗാന്ധിജിയുടെ പോരാട്ടത്തെ ആഴത്തിൽ അദ്ദേഹം ബഹുമാനിച്ചിരുന്നു. നമുക്കറിയാം ഒരുപാട് ഐക്യങ്ങൾ കൂടായ്മ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ അല്ലെ. ഒരുപാട് സമയത്ത് ചിലവർക്ക് എന്താ പറയാ ക്ഷേത്രങ്ങളിലൊന്നും പ്രവേശനമൊക്കെ ഉണ്ടായിരുന്നില്ല. അതിനെയൊക്കെ ചുറ്റിപ്പറ്റി ഒരുപാട് സമരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സമരങ്ങളും സത്യാഗ്രഹങ്ങളൊക്കെ ഒരുപാട് നടത്തിയിരുന്നു. അപ്പം അംബേദ്കറിന് അദ്ദേഹത്തിന്റെ എതിരെയുള്ള ഐക്യത്തിനെതിരെയായിട്ടുള്ള ഗാന്ധിജിയുടെ പോരാട്ടത്തെ അദ്ദേഹം വളരെയേറെ ആഴത്തിൽ ബഹുമാനിച്ചിരുന്നു. എങ്കിലും ഗാന്ധിജിയുടെ ജാതി വ്യവസ്ഥയോടുള്ള ഒരു സമീപനം അദ്ദേഹം വളരെയേറെ വിമർശിച്ചിട്ടുണ്ട്. കാരണം അത് വ്യവസ്ഥയെ തന്നെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ പര്യാപ്തമല്ല എന്ന് അദ്ദേഹം കരുതി. അംബേദ്കർ അദ്ദേഹം എന്താണ് ഈ ഒരു കാര്യത്തിലൊക്കെ വലിയ ഐക്യത്തിനെതിരെ പറഞ്ഞതെല്ലാം അദ്ദേഹം വലിയ കാര്യമായിട്ട് ബഹുമാനിച്ചിരുന്നെങ്കിലും ജാതി വ്യവസ്ഥയോടുള്ള ഗാന്ധിജിയുടെ സമീപനത്തിനെ അദ്ദേഹം എതിർക്കല്ല, അതിലൊരു വലിയൊരു പര്യാപ്തമല്ല എന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നു. അത് കൂടാതെ അടിച്ചമർത്തപ്പെട്ടവരുടെ ഒരു ഉന്നമനം, രാഷ്ട്രീയ അധികാരവും ഭരണഘടനാപരമായ സംരക്ഷണവും ഒക്കെ ആവശ്യമാണെന്ന് അംബേദ്കർ വിശ്വസിച്ചു. നമുക്കറിയാം അടിച്ചമർത്തപ്പെട്ട ഒരുപാട് പേരുണ്ട്. അവരുടെ ഉന്നമനത്തിനും രാഷ്ട്രീയ അധികാരവും ഭരണഘടനാപരമായ സംരക്ഷണങ്ങളൊക്കെ ആവശ്യമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അപ്പം ഗാന്ധിജി ഗാന്ധി ധാർമ്മികതയും സാമൂഹികവുമായ പരിഷ്കരണത്തിന് അത് ഊന്നൽ നൽകിയിരുന്നു. അപ്പൊ അദ്ദേഹം അങ്ങനെ ചിന്തിച്ചിരുന്നു. ഗാന്ധിജിയുടെ ആ ഒരു ഐക്യത്തിനെതിരെയായിട്ടുള്ള ഗാന്ധിജിയുടെ പോരാട്ടങ്ങളൊക്കെ അദ്ദേഹത്തിന് വലിയ ഇതൊക്കെ കൊടുത്തിരുന്നെങ്കിലും ജാതി വ്യവസ്ഥയോടുള്ള ഗാന്ധിജിയുടെ സമീപനത്തെ അദ്ദേഹത്തിന് അത്ര എതിർപ്പെന്നല്ല, അദ്ദേഹം അതിനെ വിമർശിച്ചിരുന്നു അദ്ദേഹം അതിനു വേണ്ടിയിട്ട്. അപ്പൊ അതാണ് ഗാന്ധിജിയെ പറ്റിയുള്ള ബി.ആർ. അംബേദ്കറുടെ ഒരു വിലയിരുത്തൽ എന്ന് നമുക്ക് പറയാം. നമ്മുടെ ഭരണഘടന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ശില്പി കൂടെയായിരുന്നു അംബേദ്കർ, ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ അദ്ദേഹം വളരെയേറെ ഈ പറഞ്ഞ വ്യക്തികൾക്കെല്ലാം ഗാന്ധിജിയോട് വളരെയേറെ ആഴത്തിൽ ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ചില കാര്യത്തിൽ അവർക്ക് വിയോജിപ്പുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ.